ഹലോ മക്കളെ, ഫൈസൽ സാറാണ്. നമ്മുടെ സോഷ്യൽ സയൻസ് എക്സാമിനേഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റിനെ കുറിച്ചും മക്കളോട് ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന സമയത്ത് അവരെല്ലാം ഏറ്റവും കൂടുതലായിട്ട് പറയുന്ന ഒരു വാക്കെന്ന് പറയുന്നത്, സാറേ ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് ചാപ്റ്റേഴ്സുകൾ പഠിക്കാനുണ്ട്, ഒരുപാട് ടോപ്പിക്കുകൾ ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്, സോ പലതും മറന്നു പോകുന്നു സർ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു ചാപ്റ്റർ പഠിക്കുന്നതോട് കൂടെ തന്നെ നമ്മുടെ അടുത്ത ചാപ്റ്റർ മറന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ് പല മക്കളും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മക്കൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ മക്കൾ കംപ്ലീറ്റ് ആയിട്ട് കാണണം. കാരണം സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ പഠിക്കാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡിനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ഷോർട്ട് നോട്ട് എഴുതുക എന്നുള്ളത്. നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും എപ്പോഴും പറയുന്നതാണ് ഷോർട്ട് നോട്ട് എഴുതണം, ഷോർട്ട് നോട്ട് എഴുതിയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റ് ആണെന്നൊക്കെ നമ്മളോട് പറയും. പക്ഷെ അവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഈ ഷോർട്ട് നോട്ടുകൾ എങ്ങനെ എഴുതണം എന്നുള്ളത് ആക്ച്വലി നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. ഷോർട്ട് നോട്ടുകൾ എഴുതേണ്ട രീതി ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. മക്കൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ കുറച്ച് A4 പേപ്പറുകൾ എടുക്കുക. A4 പേപ്പറുകൾ എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും 5-ലധികം A4 ഒരുമിച്ച് എടുക്കരുത് എന്നുള്ളതാണ്. കാരണം പേജുകൾ കൂടുതൽ കാണുമ്പോൾ നമുക്ക് മടുപ്പ് ഉണ്ടാവുക ചെയ്യാം. അതുകൊണ്ട് ഒരു 2-3 A4 ആദ്യം എടുക്കുക. എന്നിട്ട് ആ A4 എന്ത് ചെയ്യുക, നേരെ ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുക. പിൻ ചെയ്ത ശേഷം ഇതിനെ നേരെ ഇങ്ങനെ മടക്കി പിടിക്കാം. ജസ്റ്റ് എന്ത് ചെയ്യുക, രണ്ടായിട്ട് ഇങ്ങനെ മടക്കി പിടിക്കാം. മടക്കി പിടിച്ചിട്ട് ഈ ഒരു പാറ്റേണിൽ വേണം നോട്ട് എഴുതി തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇതിന് എഴുതേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാം. മക്കളെല്ലാവരും 9ാം ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണ്. സോ 9ാം ക്ലാസ്സിലെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് 9ാം ക്ലാസ്സിലെ ഓരോ ചാപ്റ്റേഴ്സുകളും നമ്മൾ പഠിക്കുമ്പോൾ അതിലിപ്പോൾ നമ്മൾ 1ാമത്തെ ചാപ്റ്ററിനെ എടുത്ത് നോക്കാം, ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് അഥവാ ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്റർ നമ്മൾ എങ്ങനെയാണ് പഠിക്കാം? ഈ ചാപ്റ്ററിൽ നമ്മൾ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് നോർത്തേൺ മൗണ്ടൻ റീജിയൻ, ഉത്തരപർവ്വത മേഖലയെ കുറിച്ചാണ്. അതിനെ ട്രാൻസ് ഹിമാലയ, ഈസ്റ്റേൺ ഹൈലൻഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് തരം തിരിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യും, സാധാരണ നോട്ടിലേക്ക് എഴുതാറുള്ളത് മൊത്തം ഡീറ്റെയിൽ എഴുതിയിട്ടാണ് എഴുതാറുള്ളത്. ഇതേ ഡീറ്റെയിൽ നിങ്ങൾ ഈ ഷോർട്ട് നോട്ടിൽ എഴുതുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല, അത് നിങ്ങൾ എന്തെങ്കിലും യൂസ് ചെയ്യില്ല എന്നുള്ളതാണ്. പകരം അതിനെ കൃത്യമായിട്ട് ഷോർട്ട് പോയിന്റുകളാക്കിയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ആ ഒരു രീതി ഞാൻ ആക്ച്വലി ഇവിടെ കാണിച്ചു തരാം. മക്കളെല്ലാവരും സൈഡിൽ കാണുന്നുണ്ടായിരിക്കും. ഇതാണ് നമ്മൾ നേരത്തെ എടുത്തൊരു A4 ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഈ A4 പാറ്റേണിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ്, ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് ആക്ച്വലി എന്ത് ചെയ്യുന്നു, എഴുതുന്നു. ഈ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് ആക്ച്വലി എഴുതിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പറയാം നോർത്തേൺ മൗണ്ടൻ റീജിയനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ നോർത്തേൺ മൗണ്ടൻ റീജിയനെ നമ്മൾ എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? ആക്ച്വലി 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അവയാണ് ദ ഫസ്റ്റ് വൺ, നമ്മൾ 1 എന്നിട്ടിട്ട് എഴുതാം, ട്രാൻസ് ഹിമാലയ. ഒന്നാമത്താണ് ഇത് ട്രാൻസ് ഹിമാലയ എന്ന് പറയും. അവിടെ എൻഡ് ചെയ്യരുത്. ട്രാൻസ് ഹിമാലയയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിലുകൾ നിങ്ങൾ അവിടെ തന്നെ എഴുതിയേക്കണം. അത് വളരെ ഷോർട്ടഡ് ആയിട്ട് വളരെ ഹിൻറ്റുകൾ മാത്രം എഴുതി വെച്ചുകൊണ്ടായിരിക്കണം വേണ്ടത്. അപ്പോൾ ട്രാൻസ് ഹിമാലയയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ട്രാൻസ് ഹിമാലയയുടെ ആവറേജ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്ര മീറ്റർ മക്കളെ? ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത 3000 എന്നുള്ളത് ആക്ച്വലി കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് അത് 6000 മീറ്റേഴ്സ് ആണ്, 6000 മീറ്റർ ആണ്. അത് ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുക, ഒരു H എന്ന് മാത്രം ഇട്ട് കൊടുക്കുക. H എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈറ്റ് ആണെന്ന് അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് മനസ്സിലാവേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് നമ്മൾ വിഡ്ത്തിലേക്ക് നോക്കുന്ന സമയത്ത്, അതിൻ്റെ വീതിയിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ശരിക്കും ഒരു 40 കിലോമീറ്റർ മാത്രമാണ് അതിന് വിഡ്ത്ത് വരുന്നത്. ജസ്റ്റ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് അതിൻ്റെ ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ എവിടെ എഴുതുന്നു. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. ആ പേരാണ് മക്കൾ ആക്ച്വലി ടിബറ്റൻ ഹിമാലയ. എന്താ വിളിക്കുക? ടിബറ്റൻ ഹിമാലയ. സോ ഇതിനെ നിങ്ങൾ അങ്ങോട്ട് എഴുതി വെച്ചാൽ അതോടുകൂടെ ട്രാൻസ് ഹിമാലയയുടെ കാര്യം മുഴുവൻ നമുക്ക് അവിടെ കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ഹിമാലയത്തിലേക്ക് പോകുന്ന സമയത്ത് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്, അതിൻ്റെ എന്ത് ചെയ്യുന്നു, ആവറേജ് ആൾട്ടിറ്റ്യൂഡ് എത്രയാണ്, അതിനെ വിളിക്കുന്ന മറ്റൊരു പേരുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ വിഡ്ത്ത് എത്രയാണ്. അങ്ങനെ നിങ്ങൾ എഴുതി പോകുകയാണെന്നുണ്ടെങ്കിൽ ഐ എം ഡാം ഷുവർ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ മൊത്തമായിട്ട് എഴുതാൻ മാക്സിമം വേണ്ടി വരിക എന്ന് പറയുന്നത് ഈ ഒരു പേജിൻ്റെ ഒന്നുകിൽ ഈ ഒരു സൈഡ് അല്ലെങ്കിൽ മാക്സിമം ഈ ഒരു 2 സൈഡിൻ്റെ ഉള്ളിൽ ഒരു ചാപ്റ്റർ മുഴുവനായിട്ട് കംപ്ലീറ്റഡ് ആയിരിക്കും. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഇഷ്യൂ എന്താണ്? എക്സാമിനേഷന് മുമ്പ്, എക്സാമിനേഷൻ്റെ തലേ ദിവസം നമുക്ക് മുഴുവൻ ചാപ്റ്റേഴ്സുകളും പഠിക്കാൻ ഭയങ്കര താല്പര്യമുണ്ടായിരിക്കും. നമ്മളത് എങ്ങനെ പഠിക്കുമെന്നുള്ള ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും പേജുകൾ മറിച്ചിട്ടും തീരാത്തൊരവസ്ഥയുണ്ടാവും. അപ്പോൾ നമുക്കത് ഭയങ്കര മടുപ്പ് ഫീൽ ചെയ്യും. എന്ത് ചെയ്യും, എങ്ങനെ വായിച്ചിട്ടും തീരുന്നില്ല, ഇത് തീരുന്നില്ലല്ലോ എന്ന് പറയുന്നൊരു ഇഷ്യൂ നമുക്ക് വരാറുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ഷോർട്ട് നോട്ടുകൾ നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് 6 ചാപ്റ്റർ പഠിക്കാൻ എത്ര പേജുകൾ നിങ്ങൾക്ക് വേണ്ടി വരും? ജസ്റ്റ് 6 പേജ് പോരെ. 6 പേജ് പഠിക്കാൻ നിങ്ങളുടെ എക്സാമിനേഷൻ്റെ തലേ ദിവസം നിങ്ങൾക്ക് റിവൈസ് ചെയ്യണമെന്ന് തോന്നിയാൽ പോലും 6 പേജിനെ റിവൈസ് ചെയ്യാൻ വേണ്ടി വലിയ ഡിഫിക്കൽറ്റി ഉണ്ടായിരിക്കും? ഇല്ല.
എക്സാമിനേഷൻ അന്ന് രാവിലെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഒരു ക്രേവിങ്സ് വരുന്നതാണ്. ഞാൻ എന്ത് ചെയ്യും, ഈ തലേ ദിവസങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് റീവൈൻഡ് ചെയ്തേക്കാം, ഒന്ന് റിവൈസ് ചെയ്തേക്കാം എന്ന് ആലോചിക്കുന്ന സമയത്തും നമ്മളെ കൊണ്ട് മുഴുവൻ വായിച്ച് തീരാന്ന് പറയുന്ന കാര്യം നടക്കില്ല. പക്ഷേ അതിന് നിങ്ങൾക്ക് നടത്താൻ പറ്റും ഈ ഷോർട്ട് നോട്ടുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം. പക്ഷേ അവിടെ ഞാൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെ ഞാൻ സൂചിപ്പിച്ചു തരികയാണ്. മക്കൾ എപ്പോഴും ആലോചിക്കുന്ന കാര്യം ഉണ്ടായിരിക്കും, സാറേ ഇങ്ങനെ ഷോർട്ട് നോട്ടുകൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ സാറിനൊരു ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് തന്നാൽ പോരെ, ഞങ്ങളൊരു ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുകയാണെങ്കിൽ ഹാപ്പി ആയിട്ട് ഞങ്ങൾക്ക് എഴുതിക്കൂടെ എന്നുള്ളതാണ്. നടക്കുന്ന കാര്യമല്ല. കാരണം ഈ പോയിന്റുകൾ എങ്ങനെ വായിച്ച് മനസ്സിലാക്കണമെന്നുള്ളത് നിങ്ങൾക്കേ മനസ്സിലാവുള്ളൂ. നിങ്ങൾ എഴുതിയതിന് മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിലെ ഓരോ പോയിന്റുകൾ ഇപ്പം ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ള ഈ 6000 മീറ്റർ അതിന് എച്ച് എന്ന് പറയുന്ന ആ ഒരു വാല്യൂ എന്ന് പറയുന്നത്, അഥവാ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ് ഹിമാലയത്തിൻ്റെ ആവറേജ് ആൾട്ടിറ്റ്യൂഡ് 6000 ആണ് എന്നുള്ളത് അത് എനിക്ക് കണ്ടാലേ മേ ബി മനസ്സിലാവുള്ളൂ. ചില മക്കൾക്ക് അത് എച്ച് എന്ന് മാത്രം ഇട്ടാൽ മതിയല്ലോ, ആവറേജ് ആൾട്ടിറ്റ്യൂഡ് എന്ന് തന്നെ ചെറുതാക്കിയിട്ട് എഴുതി വെക്കേണ്ടി വരും. എന്നാൽ മാത്രമേ അതുകൊണ്ട് നിങ്ങൾക്കായിട്ട് പ്രിപ്പയർ ചെയ്ത ഷോർട്ട് നോട്ടിനെ മാത്രമേ എക്സാമിനേഷൻ്റെ തലേന്നും എക്സാമിനേഷൻ അന്ന് മോർണിംഗും എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് സോഷ്യൽ സയൻസ് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള മെത്തേഡ് എന്ന് പറയുന്നത് അത് ഷോർട്ട് നോട്ടുകൾ ക്രിയേറ്റ് ചെയ്യൽ മാത്രമാണ്. സോ അതുകൊണ്ട് ആ ഷോർട്ട് നോട്ടിനെ കൃത്യമായിട്ട് എൻ്റെ മക്കൾ ക്രിയേറ്റ് ചെയ്തേക്കണം. ഇത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എപ്പോഴാണ് സമയം എടുക്കുക? ഇപ്പം നമ്മുടെ എക്സാമിനേഷൻ വരാറായി, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടി നമുക്ക് സെപ്പറേറ്റ് ടൈം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? അത് നമുക്ക് വേണ്ട. നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമുണ്ടല്ലോ, നിങ്ങൾ പഠിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ആ പഠിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു നോക്കുന്ന ആ സമയത്ത് നിങ്ങൾ പറഞ്ഞു നോക്കുന്നതിന് പകരം ആ പഠിച്ച കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു നോട്ട് ചെയ്ത് നോക്കിയാൽ മതി. ആ നോട്ടാണ് ഷോർട്ട് നോട്ടായിട്ട് നിങ്ങൾക്ക് മാറുക. ഇതിനെ നിങ്ങൾക്ക് മെയിൻ എക്സാമിനേഷന് വരെ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കല്ലേ. നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് സോഷ്യൽ സയൻസ് നിങ്ങൾക്ക് ഏറ്റവും ഈസിയുള്ള സബ്ജക്റ്റ് ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് റെഡി എന്ന് കമൻറ്റ് ഇടാം മക്കളെ. നമുക്ക് ഒരുമിച്ചിട്ട് അടിപൊളിയായിട്ട് സോഷ്യൽ സയൻസ് എക്സാമിനേഷൻ അടിച്ചു പൊളിക്കണം.